ആയിരത്തിലേറെ പഴക്കമുള്ള ജർമ്മനിയിലെ ഒരു വൈൻ പട്ടണത്തിലേക്ക് പോയാലോ? റൂഡഷെയിമാണ് ആ പട്ടണം. ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ സ്ഥലത്തേക്ക് എത്താൻ വേണ്ടി പറ്റും. RB10 ആണ് നമ്മൾ എടുക്കേണ്ടത്. അസ്മാൻസൗസനോ കോബ്ലൻസോ ഇങ്ങോട്ടേക്കുള്ള RB10 എടുത്തിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് ഇവിടെ എത്താനും ഇവിടെ നിന്ന് ഒരു 8 മിനിറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സ്പോട്ടിലേക്ക് എത്താനും വേണ്ടി പറ്റും. ഇവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് കുറേ മുന്തിരിത്തോപ്പും അവിടെ ഇവിടെയൊക്കെ കുറേ മുന്തിരിയും വൈനുകളും മാത്രമാണ്. ഒരുപാട് ഷോപ്പുണ്ട് ഈ വൈൻ വിൽക്കുന്നതിന് വേണ്ടി മാത്രമായിട്ട്. ഒരുപാട് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരു സ്പോട്ട് തന്നെയാണ് റൂഡഷെയിം. പലരും ഇവിടേക്ക് പോയിട്ടുണ്ടാകും, എങ്കിലും പോവാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ ഫ്രാങ്ക്ഫർട്ടിലുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ജർമ്മനിയിൽ നിങ്ങൾ കറങ്ങാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വരുന്നവരാണെങ്കിൽ പോലും ഈ ഒരു സ്പോട്ട് വിസിറ്റ് ചെയ്യണം. നമുക്ക് ഇവിടെ കേബിൾ കാർ സർവീസ് ഉണ്ട്. അപ്പോൾ ഈ കേബിൾ കാർ സർവീസിന് 11 യൂറോ ആണ് റൗണ്ട് ട്രിപ്പിന് വരുന്നത് ഒരാൾക്ക്. അതേസമയം നിങ്ങൾ വൺ സൈഡ് പോകാനാണ്, തിരിച്ച് നടന്നു വരാനാണെങ്കിൽ നിങ്ങൾക്ക് 7 യൂറോയേ ആവത്തുള്ളൂ. ഇതേപോലെ തന്നെ റൊമാൻറ്റിക് ട്രിപ്പ് എന്ന് പറഞ്ഞ് ഒരു സൈഡ് കേബിൾ കാറും തിരിച്ച് ഫെറിയിൽ വരുന്നതിനും കൂടി 26 യൂറോ എങ്ങാണ്ടാണ്. ഞാൻ ആ വീഡിയോയ്ക്കകത്ത് ആ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പ്രൈസിൻ്റെ. ഇതിൻ്റെ മുകളിൽ കൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് ഫുള്ള് മുന്തിരിത്തോപ്പും സൈഡിൽ റൈൻ റിവറുമാണ് കാണാൻ പറ്റുക. ഏറ്റവും മുകളിൽ എത്തിക്കഴിയുമ്പോൾ ഇവിടെ ഇവർ പണിതിട്ടുള്ള നീഡർവാൾ ഡെങ്മൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോണുമെൻറ്റും നമുക്ക് കാണാം. ജർമ്മനിയുടെ ഏകീകരണം ആഘോഷിക്കുന്നതിനായി 1880കളിൽ നിർമ്മിച്ച ഒരു മോണുമെൻറ്റാണ് ഇത്. ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ ഈ റൈൻ റിവറും ഈ റൂഡഷെയിം പട്ടണവും മൊത്തത്തിൽ കാണാൻ വേണ്ടി പറ്റും. ഹിസ്റ്ററി, വൈൻ, റൈൻ ആൻഡ് റൊമാൻറ്റിക് ഓൾ ഇൻ വൺ പ്ലേസ്. അതാണ് റൂഡഷെയിം.